സൂപ്പർ സാറാണ്. നമ്മുടെ NDA എൻട്രൻസ് എക്സാമിന് പ്രാക്ടീസ് ചെയ്യുന്നവർ പലരും നമ്മളെ വിളിച്ചിട്ട് പറയുന്നത് പല ക്വസ്റ്റ്യൻസുകൾക്കും ആൻസർ ചെയ്യാൻ തന്നെ ഇരിക്കുമ്പോൾ പറ്റുന്നില്ല. രണ്ടാമത് അത് വായിച്ചിട്ട് പലതും മനസ്സിലാവുന്നില്ല. ഇനി ക്വസ്റ്റ്യനൊക്കെ മനസ്സിലായി, പക്ഷേ ആൻസർ ചെയ്യാനുള്ള മെത്തേഡ് മനസ്സിൽ വരുന്നില്ല. ഇങ്ങനെ പല പ്രശ്നങ്ങളാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻസുകളെ വായിക്കുമ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനുള്ളിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സുകൾ ഇൻക്ലൂഡ് ആയിരിക്കുന്നു നോക്കണം. ഒരു ചാപ്റ്ററിൽ നിന്നും മാത്രമായിട്ടുള്ള ക്വസ്റ്റ്യൻസുകളല്ല മിക്കതും. നമ്മളിപ്പോൾ സ്കൂളിലെ ലെവലിലെ എക്സാംസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊരു ചാപ്റ്റർ പഠിക്കുമ്പോൾ ആ ചാപ്റ്ററിൽ നിന്നും മാത്രമായിട്ടായിരിക്കും ഒരു ക്വസ്റ്റ്യൻ മിക്കവാറും വരുന്നത്. വല്ലപ്പോഴും ആയിരിക്കും വേറൊരു ചാപ്റ്ററുമായിട്ട് റിലേറ്റഡ് ആയിട്ട്, മീൻസ് രണ്ട് ചാപ്റ്റേഴ്സിനെ കമ്പൈൻ ചെയ്തുള്ള ക്വസ്റ്റ്യൻ വരുന്നത്. പക്ഷെ അങ്ങനെയല്ല എൻട്രൻസിന് എപ്പോഴും 2 or 3 ചാപ്റ്റേഴ്സിനെയൊക്കെ കമ്പൈൻ ചെയ്തുള്ള കോമൺ ക്വസ്റ്റ്യൻസുകൾക്കാണ് സ്ഥാനം, ഇമ്പോർട്ടൻസ്. നിങ്ങളപ്പോൾ ഇനിയും പഠിക്കുമ്പോൾ അങ്ങനെ 2-3 ചാപ്റ്റേഴ്സുകൾ ഒരുമിച്ച്, അല്ലെങ്കിൽ 2 ചാപ്റ്റേഴ്സെങ്കിലും മിനിമം ഒരുമിച്ച് വരുന്ന, അല്ലെങ്കിൽ 2 ചാപ്റ്ററിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് വരുന്ന ക്വസ്റ്റ്യൻസുകൾ പഠിക്കണം. അപ്പോൾ അങ്ങനെയുള്ള ചാപ്റ്റേഴ്സുകളുടെ എക്സാമ്പിളുകൾ ഞാനൊന്ന് പറയാം. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് കോംപ്ലക്സ് നമ്പേഴ്സ്, അല്ലേ? ഒരു നല്ലവനായിട്ടുള്ളൊരു ചാപ്റ്ററായിരുന്നു. കുട്ടികൾക്കെല്ലാം ഭയങ്കര സന്തോഷമായിട്ടുള്ളതായിരുന്നു. ചെറിയ കുറച്ച് കാര്യങ്ങളിൽ നിന്നും നല്ല മാർക്ക് കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷെ അവനൊന്നും അല്ല എൻട്രൻസിൻ്റെ ക്വസ്റ്റ്യൻ. എൻട്രൻസിന് നമ്മൾ പഠിച്ചിട്ടേ ഇല്ലാത്ത രീതിയിൽ കൂടെയുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ വരാം. അത് പല ചാപ്റ്റേഴ്സുമായിട്ട് റിലേറ്റഡ് ആണ്. ഇപ്പോൾ ട്രിഗണോമെട്രി ആയിട്ട് റിലേറ്റഡ് ആണ്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻസുമായിട്ട് റിലേറ്റഡ് ആണ്. ഇങ്ങനെ പല ചാപ്റ്റേഴ്സുകളുമായിട്ടും കോംപ്ലക്സ് നമ്പേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ വരും. പിന്നെ ട്രിഗണോമെട്രി പറയേണ്ട ആവശ്യമില്ല, ട്രിഗണോമെട്രി ഏതുമായിട്ടും റിലേറ്റഡ് ആവാൻ സാധ്യതയുള്ളതാണ്. ഈ സീക്വൻസസ് ആൻഡ് സീരീസ് നമ്മൾ വിചാരിക്കും ആ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസുകളെല്ലാം അതാണ്. അല്ല, സീക്വൻസസ് ആൻഡ് സീരീസ് ക്വാഡ്രാറ്റിക് ഇക്വേഷനായിട്ട് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ളതാണ്, കോംപ്ലക്സ് നമ്പറുമായിട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉള്ളതാണ്. അങ്ങനെയുണ്ട് ട്രിഗണോമെട്രിയായിട്ട് ഇമ്പോർട്ടൻസ് ഉള്ളത്. അപ്പോൾ എല്ലാ ചാപ്റ്ററുകളും മിക്കതിനുള്ളിലും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പൈൻ ചെയ്തുള്ള ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഇനിയിപ്പോൾ നമ്മൾ കാൽക്കുലസിലോട്ട് കയറി കഴിഞ്ഞാൽ ഇപ്പോൾ ലിമിറ്റ്സ് പഠിക്കുന്നുണ്ട്. ലിമിറ്റ്സ് നമ്മൾ ചെറുതായിട്ടേ പഠിച്ചിട്ടുള്ളൂ. പക്ഷേ ലിമിറ്റ്സിനുള്ളിൽ പലതും ഡെറിവേറ്റീവ്സുമായിട്ട് റിലേറ്റഡ് ആണ്. എൻട്രൻസിന് പഠിക്കുമ്പോൾ ലിമിറ്റ്സും ഡെറിവേറ്റീവ്സൊക്കെ കമ്പൈൻ ചെയ്തുള്ള ക്വസ്റ്റ്യൻസുകൾ ഒത്തിരി ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളത് ഇപ്പോൾ കാൽക്കുലസ് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും റിലേറ്റഡ് ആണെന്നറിയാം, എന്നാലും ഞാനൊന്ന് ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ. ഇനി മറ്റൊരു ക്വസ്റ്റ്യനെ കുറിച്ച് അല്ലെങ്കിൽ മറ്റൊരു ടോപ്പിക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് എല്ലാവർക്കും +1 +2 ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ രസകരമായിട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. എന്തോ ടേബിളൊക്കെ വരയ്ക്കുക, കാൽക്കുലേറ്റർ എടുക്കുക, കുത്തുക, ആൻസർ കിട്ടുക, മാർക്ക് കിട്ടുക. പക്ഷെ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകളല്ല എൻട്രൻസിന് വരുന്നത് സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്നും. അവിടെ നമുക്കൊരു ടേബിൾ പോലെ തന്നിട്ട് ഫൈൻഡ് മീന്, മീഡിയന്, മോഡ്, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, വേരിയൻസ് അതൊക്കെയായിരുന്നുവെങ്കിൽ ഇവിടെ അതൊന്നുമല്ല. ഇവിടെ വേർഡ് പ്രോബ്ലംസുകൾക്കാണ് കൂടുതൽ സ്ഥാനം. ഡേറ്റാസുകളെ തന്നിട്ട് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസുകളാണ് ഇവിടെ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സിനുള്ളിൽ ഇമ്പോർട്ടൻസ്. ഇനി പ്രോബബിലിറ്റിയുടെ കാര്യം നോക്കുവാണെങ്കിൽ +1 +2 ഒരുമിച്ച് 2 കമ്പൈൻ ചെയ്തുള്ള ക്വസ്റ്റ്യൻസുകളായിരിക്കും പ്രോബബിലിറ്റി വരുന്നത്. അപ്പം അങ്ങനെയൊക്കെ നിങ്ങൾ നോക്കുമ്പോൾ ഇത്തിരി പണി തന്നെയാണ് ഒരു എൻട്രൻസിനെ സമീപിക്കുമ്പോൾ. അപ്പോൾ നമ്മളെനിക്ക് ഇത്രയൊക്കെ എന്തിനാ ടഫാക്കി ക്വസ്റ്റ്യൻ വരുന്നത്, അല്ലേ? നമ്മൾ എന്തിനാ ഇത്രയൊക്കെ ടഫാക്കുന്നത്? ഒരു കുട്ടി വായിക്കുമ്പോൾ ക്വസ്റ്റ്യൻ ടഫാണെന്ന് വിചാരിച്ചുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും ഒരേപോലെയാണ് എന്ന് നമ്മൾ ധരിക്കരുത്, അങ്ങനെ വിചാരിക്കുകയോ ചെയ്യരുത്. എന്തായാലും നമ്മുടെ ഇതിൻ്റെ ലക്ഷ്യം എന്താണ്? ചുമ്മാതെ ഒത്തിരി കുട്ടികളെ നമ്മുടെ ഇതിനെത്തിക്കുക, ജയിപ്പിച്ചെത്തിക്കുക എന്നുള്ളതല്ല. ഇത് ഈ ലെവലിൽ ജയിക്കാൻ സാധ്യതയുള്ളവരെ കണ്ടെത്തി അതിനുള്ള കോഴ്സ്, അത് പ്രത്യേകിച്ച് NDA. നമ്മളിപ്പോൾ ഒരു കീം എഴുതുന്ന പോലെയല്ല NDAയുടെ ഉദ്ദേശം. രണ്ടും രണ്ടാണ്. കീമിന് നമ്മൾ കാശ് കൊടുത്താണ് പഠിക്കുന്നതെങ്കിൽ NDAക്ക് കാശ് വാങ്ങിച്ചുകൊണ്ടാണ് പഠിക്കുന്നത്. തമ്മിലുള്ള വ്യത്യാസം ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. അവിടെ നമ്മളൊരു കോളേജിൽ ചെന്ന് പൈസ കൊടുത്ത് അങ്ങനെയാണ് പഠിക്കുന്നത്. ഇവിടെ അങ്ങനത്തെ പരിപാടികൾ വളരെ കുറവാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഏറ്റവും വേണ്ടവർ, മീൻസ് നല്ലപോലെ പഠിക്കുന്ന ആൾക്കാരെ ഇല്ലെങ്കിൽ കഴിവുള്ളവരെ വാർത്തെടുക്കുകയാണ്. നമ്മളൊരു ഇന്ത്യയിൽ നിന്നും ആൾക്കാരെ വാർത്തെടുക്കുന്ന രീതിയാണ് ഏറ്റവും നല്ല കഴിവുള്ളവരെ കണ്ടെത്തുക, അവർക്ക് കൂടുതൽ ടാസ്ക് കൊടുത്ത് അവരുടെ ഇപ്പോഴത്തെ ലെവലിൽ നിന്നും ഹൈ ലെവലിലോട്ട് എത്തിക്കുക. അങ്ങനെയുള്ളവരെ കണ്ടെത്തുക എന്നുള്ളതാണ് അവിടുത്തെ എൻട്രൻസിൻ്റെ മെയിൻ ഉദ്ദേശം. അല്ലാതെ ഫസ്റ്റ് റാങ്ക് കിട്ടുക എന്നുള്ളത് മാത്രമേ അല്ല. നമുക്ക് പക്ഷേ കീമിനൊന്നും അങ്ങനെയല്ല. നമുക്ക് ഏറ്റവും മാർക്ക് കിട്ടിയ നല്ലൊരു കോളേജിൽ പൈസ കൊടുക്കാതെ കയറുക എന്നുള്ളതും നല്ലൊരു കോളേജ് വാങ്ങുക എന്നുള്ളതാണ് അവിടുത്തെ ലക്ഷ്യമെങ്കിൽ ഇവിടെ നേരെ തിരിച്ചാണ്. അപ്പോൾ എപ്പോഴും ഓർത്തോണം, നിങ്ങൾ NDA എക്സാമിന് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്തായാലും ക്വസ്റ്റ്യൻസുകൾ ഒരു സിംഗിൾ ചാപ്റ്ററിൽ നിന്ന് മാത്രമായിട്ട് പഠിച്ചുകൊണ്ട് പോകരുത്.
ഏതൊക്കെ ചാപ്റ്റേഴ്സുകൾ റിലേറ്റഡ് ആകാം, അങ്ങനെ ഒരുമിച്ചുള്ളതിനെ പഠിച്ച് വേണം പോകാൻ. ഇനിയിപ്പോൾ സെറ്റ്സ്, റിലേഷൻസ്, അത് പിന്നെ അത്രയും നമുക്ക് വലിയ ഫീലിങ്സ് ഉണ്ടാകത്തില്ല, ബുദ്ധിമുട്ട് തോന്നുന്നില്ല. എന്തുകൊണ്ടാണ്? രണ്ടും കുഴപ്പമില്ലാത്ത, എന്നാലും അതും കമ്പൈൻ ചെയ്തുള്ള ക്വസ്റ്റ്യൻസുകൾക്കാണ് ഇമ്പോർട്ടൻസ്. അപ്പോൾ ഞാനിന്ന് പൊതുവേ ഇതൊന്ന് പറയാൻ വന്നതേ ഉള്ളൂ. ഇത് ഒത്തിരി കുട്ടികൾക്ക് പലർക്കും അറിയാൻ വയ്യാത്തതാണ്. അപ്പോൾ നിങ്ങൾ ഇനി എന്തായാലും പഠിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ചാപ്റ്റേഴ്സുകൾ, ഇതിനൊക്കെ ഓൾജിബ്രയാണ്. ഇപ്പോൾ സീക്വൻസ്, സെറ്റ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഓൾജിബ്ര എന്ന് പറയുന്ന സെഷൻ വരുന്നതാണ് മാത്സിൻ്റെ. ഇവിടുന്ന് പഠിക്കുമ്പോൾ ഇങ്ങനെ കമ്പൈൻഡ് ആയിട്ടുള്ള പ്രോബ്ലംസുകൾ വളരെ നല്ലപോലെ പഠിച്ചോണം. ഇനി നമ്മൾ AP GP ഒക്കെ പഠിക്കുമ്പോൾ അന്ന് പഠിച്ച കൊച്ചു പ്രോബ്ലങ്ങളെ നമ്മൾ മാത്രം നോക്കണ്ട, നല്ല നല്ല വലിയ ക്വസ്റ്റ്യൻസുകളെ പഠിക്കണം. മെട്രിസസ് പഠിക്കുമ്പോൾ നമ്മളായിരിക്കും മെട്രിക്സ് ഭയങ്കര ഈസിയാണ് അല്ലേ? മെട്രിക്സ് നല്ല രസകരമായിട്ട് ഇങ്ങനെ നമ്മൾ ചുമ്മാതെ കോളം വരയ്ക്കുകയാണെങ്കിൽ ഡിറ്റർമിൻ ഇങ്ങനെ അങ്ങോട്ട് വരച്ചങ്ങ് ചെയ്താൽ മതി. പക്ഷേ എൻട്രൻസിൻ്റെ ക്വസ്റ്റ്യൻസുകൾ ഒന്നും ഈസിയല്ല. ഇതിനുള്ളിൽ കോംപ്ലക്സ് നമ്പേഴ്സ് വരാം, ട്രിഗണോമെട്രി വരാം, AP വരാം, GP വരാം, ഒക്കെ വരാം കേട്ടോ. നമ്മൾ ഈ മെട്രിക്സ് എന്ന് പറയുമ്പോൾ മെട്രിക്സിനുള്ളിൽ നമ്മൾ അന്ന് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ മാത്രമാണ് വിചാരിക്കുകയും ചെയ്യരുത്. അപ്പോൾ ഇങ്ങനെയുള്ള കമ്പൈൻഡ് ചാപ്റ്റേഴ്സുകളെ സെലക്ട് ചെയ്ത് അതിൻ്റെ ക്വസ്റ്റ്യൻസുകളെ കണ്ടുപിടിച്ച് പഠിച്ചാൽ നമുക്ക് ഇത്തിരിയുടെ മുന്നിലെത്താൻ ഉറപ്പായിട്ടും പറ്റും. ഓക്കെ, പിന്നെ നമ്മുടെ ക്ലാസ് ഉണ്ട്, ജോയിൻ ചെയ്യാം. നിങ്ങൾ ഏറ്റവും നല്ല ഇൻസ്ട്രക്ഷൻസ് തന്ന് എല്ലാ കാര്യങ്ങളും മെറ്റീരിയൽ തന്ന് കൂടുതൽ ക്വസ്റ്റ്യൻ ആൻസറുള്ള മെറ്റീരിയൽ, അത് തന്നെ നിങ്ങൾക്ക് ഏറ്റവും ലേറ്റസ്റ്റ് പ്രോബ്ലംസ് ഉൾപ്പെടെ ട്രിക്സ് ആൻഡ് ടിപ്സ്, ഷോർട്ട് കട്ട്സ് എല്ലാം ഉൾപ്പെടെയുള്ള ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. മാക്സിമം നിങ്ങൾക്ക് പഠിച്ച് ക്വസ്റ്റ്യൻസുകളെ മാക്സിമം അക്വയർ ചെയ്യാനുള്ള രീതി കൂടെ, ഏറ്റവും നല്ല രീതി കൂടെ ആയിരിക്കും പ്രസൻറ്റ് ചെയ്ത് തരുന്നത്. ഓക്കെ, അപ്പോൾ അതിന് ജോയിൻ ചെയ്യാൻ താഴെ തരുന്നുള്ള നമ്പറിൽ നിങ്ങൾക്ക് കോൾ ചെയ്യാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കാം. ഓക്കെ, ഇത് ഇഷ്ടമായെങ്കിൽ, പ്രയോജനപ്പെടുന്നതാണെങ്കിൽ ഒരാൾക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്യുക. ഗുഡ് ബൈ.